അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ പ്രസാദ്, ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനിയായ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ആഘോഷിക്കുന്ന ബഹുമാനായ ജോർജ് ടി ജോസഫ്, ബഹുമാനങ്ങളെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ സുരേഷ്, വേദിയിലുള്ള ബഹുമാനിയായ വൈദികരെ, സ്നേഹമുള്ള ജനപ്രതിനിധികളെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പ്രയത്നം കൊണ്ട് ജീവിതത്തിലുണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം എൻ്റെ നാടിന് വേണ്ടി തന്നെ, നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി തന്നെ ചെലവഴിക്കാനായിട്ട് സന്നദ്ധനായ ശ്രീ ജോർജ് ജോസഫിന് എല്ലാവിധ ജന്മദിനാശംസകളും നേരുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോടൊപ്പം കുറച്ചു നേരം സമയം ചെലവിടാനുണ്ടായി. ധാരാളം നല്ല നല്ല ഭാവനകൾ നമ്മുടെ ചില ഗ്രാമപഞ്ചായത്തിന് പ്രത്യേകതകളുണ്ട്. ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ കാലം 60 വയസ്സിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഭാവനകളെല്ലാം ഈ ജലാപഞ്ചായത്തിന് ഫലപ്രദമായ രീതിയിലുണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ സ്കൂളിനെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യുന്നതായി. നല്ലൊരു വിദ്യാലയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ വളരെ മികച്ചതാണ്. അതൊക്കെ പ്രാവർത്തികമായി തുടങ്ങിയിരിക്കുന്നു. നല്ല ഒരു വിദ്യാലയം കിട്ടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യം നിറവേറട്ടെ. അതോടൊപ്പം തന്നെ മറ്റൊരു വഴിയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ ആഘോഷം മുംബൈയിൽ വെച്ചാകാൻ പാടില്ലേ? കാരണം തന്നെ താനാക്കിയ, തന്നെ ഈ വലിയ ആളാക്കിയ മുംബൈ നഗരത്തിൽ വേണമെങ്കിൽ ഇതുപോലെ വലിയ ആഘോഷം അദ്ദേഹത്തിന് നടത്താമെന്ന് പാടില്ലായിരുന്നു. വേണ്ട, തന്നെ സ്നേഹിച്ച തന്റെ നാട്ടുകാരെ മറക്കാതെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ആഘോഷം തന്നെ നടത്തുവാനായിട്ട് അദ്ദേഹം തയ്യാറായത് തന്നെ നമ്മൾ